ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. പ്രതീക്ഷകൾ പൂർത്തീകരിക്കാൻ പ്രാർത്ഥനയെ ഒരു ഉപകരണമാക്കാം എന്ന നിലയ്ക്ക് ഒട്ടനവധി പ്രഘോഷണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറേണ്ടതാണ്. ജീവിതത്തിൽ ആവശ്യങ്ങളില്ലാത്ത മനുഷ്യരില്ല. വിദേശ ജോലിയാകാം, ജീവിതത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അതിനൊരു പരിഹാരമാകാം, എത്രയേറെ ചികിത്സിച്ചിട്ടും മാറാതെ വരുന്ന രോഗങ്ങൾ മാറിക്കിട്ടാനുള്ള പ്രാർത്ഥനകളാകാം, ഭവനമില്ലാത്തതോ വിവാഹം നടക്കാത്തതോ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങളോ ഒക്കെ പ്രാർത്ഥനാ വിഷയങ്ങളാകാം. ഇത്തരം കാര്യങ്ങളൊന്നും പ്രാർത്ഥിച്ചുകൂടാ എന്നൊരു അഭിപ്രായം നമുക്കില്ല. ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നവയൊക്കെ നിവർത്തിച്ചു കിട്ടണം എന്ന ആഗ്രഹം സ്വാഭാവികമാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിച്ച് ജീവിത പ്രതിസന്ധികളെ മറികടക്കണം എന്നതിനെ സംബന്ധിച്ച്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ കാണാൻ എങ്ങനെ നിങ്ങളുടെ മിഴികൾ തുറക്കണമെന്നതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുൻപ് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പ്രഘോഷകർ എന്ന നിലയ്ക്ക് പ്രാർത്ഥനകളെ പലതരത്തിലായി വ്യാഖ്യാനിക്കുന്നവരെക്കുറിച്ചും പ്രാർത്ഥന എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന വ്യാജ പ്രബോധനങ്ങളെക്കുറിച്ചും ഒന്ന് ചിന്തിക്കാം. ഒരു കാര്യം ശരിയായി ചെയ്യണമെങ്കിൽ തെറ്റായി എന്ത് ചെയ്തുകൂടാ എന്നറിയുന്നത് നല്ലതാണ്. സാധാരണഗതിയിൽ ഒത്തിരിയേറെ പ്രതീക്ഷകളോടെയാണ് വചനപ്രഘോഷണ വേദികളിലേക്ക്, ഇത്തരം വീഡിയോകളിലേക്കൊക്കെ ആളുകൾ പങ്കുചേരുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന കാരണമാകുമെങ്കിൽ അത് ഉപകാരപ്രദമല്ലേ എന്ന് ചിന്തിക്കുന്നതിൽ അപാകതയൊന്നുമില്ല. ലോകത്തുള്ള മനുഷ്യരൊക്കെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിലാണ്. 800 കോടി മനുഷ്യരും ഈ പ്രതിസന്ധികളെല്ലാം നേരിടുന്നുണ്ട്. ശരീരമുള്ളവർക്കെല്ലാം രോഗം, സമ്പത്തിൻ്റെ മേഖലയിൽ നിരവധിയായ പ്രശ്നങ്ങൾ, ജീവിതത്തിൽ മനുഷ്യൻ ഏറ്റവും വ്യാകുലപ്പെടുത്തുന്ന കിടക്കാനിടം തേടിയുള്ള അലച്ചിലുകൾ, ഇവയൊന്നും നിഷേധിക്കാവുന്നവയല്ല. പക്ഷേ അത്തരം ആവശ്യങ്ങൾ നിറവേറി കിട്ടണമെങ്കിൽ നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾ, അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നാം ഏത് വഴിയാണ് ചരിക്കുന്നത് എന്ന് മറന്നുപോകും. ക്രിസ്തുവിൽ നമ്മൾ എങ്ങനെയാണ് ജീവിതത്തെ മനസ്സിലാക്കുന്നതെന്നും ജീവിതത്തെ പ്രയോഗവൽക്കരിക്കുന്നതെന്നും നാം മറന്നുപോകും. 21 ദിവസം പ്രാർത്ഥിച്ചാൽ, ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതാഭിലാഷങ്ങൾ നിറവേറും എന്നൊരു പ്രഘോഷണം പലരിൽ നിന്നായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഈ 21 ദിവസം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 9 ദിവസം എന്ന് പറയുമ്പോൾ, ഇത്ര നേരം വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാലെന്ന് പറയുമ്പോൾ സാധാരണയായി ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഒരളവ് കൊണ്ട് നമ്മൾ നിയന്ത്രിക്കുന്നതായിട്ട് വരും. പ്രാർത്ഥന അങ്ങനെ ഒരു ക്രമത്തിൽ കഴിച്ചാൽ കാര്യങ്ങൾ സാധിക്കുമെന്ന് പറയുമ്പോൾ അത് ദൈവത്തെ വെല്ലുവിളിക്കുന്ന പ്രവൃത്തിയായിട്ട് മാറും. അന്ധവിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കാറ്റക്കിസം അത് പറയുന്നുണ്ട്. ഒരു പ്രാർത്ഥനയുടെ, ആരാധനയുടെ ആത്യന്തിക ലക്ഷ്യമായി എന്തെങ്കിലും ഒരു കാര്യസാധ്യമോ എന്തെങ്കിലും ഒരു ഫലസിദ്ധിയോ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതൊരു അന്ധവിശ്വാസമാണ്. ഒരു പ്രാർത്ഥനയും ഒരു ആരാധനയും യഥാർത്ഥ ആരാധനയാണെങ്കിൽ പോലും അത് ചെന്നെത്തുന്നത് ഇത്തരം ഫലസിദ്ധികളെക്കുറിച്ചുള്ള പ്രതീക്ഷകളിലാണെങ്കിൽ നാം അന്ധവിശ്വാസത്തിൽപ്പെടും. 21 ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കണം. ദാനിയേലിൻ്റെ പ്രാർത്ഥനയാണ് പറയുന്നതെന്നാണ് പറയുക. ദാനിയേലിൻ്റെ പ്രാർത്ഥനയാണോ നാം പ്രാർത്ഥിക്കേണ്ടത്? ദാനിയേലിൻ്റെ പ്രാർത്ഥന 21 ദിവസം കൊണ്ട് ഏത് അസാധ്യ കാര്യവും അത്ഭുതകരമായി സാധിച്ചെടുക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു പ്രഘോഷണം കേൾക്കാനിടയായി. ആ പ്രഘോഷണത്തിൽ തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ തന്നെ ഈ ആദ്യം പറഞ്ഞ കാര്യം നിഷേധിക്കുന്നുണ്ട്. ഇനി തുടർന്ന് അതിനകത്ത് പറയുന്ന ചില വൈരുദ്ധ്യങ്ങൾ നമ്മൾ കാണണം. അവിടെ പറയുകയാണ്, നിങ്ങൾ ഈ പ്രാർത്ഥന 21 ദിവസം പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലെങ്കിൽ നിങ്ങൾ തളരരുത്, പ്രത്യാശയോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യാശയോടെ എന്ന് വെച്ചാൽ എത്രത്തോളം? യോഹന്നാൻ സുവിശേഷത്തിൽ ഈ അന്ധനെ സുഖപ്പെടുത്തിയ കർത്താവ് അവനെ സുഖപ്പെടുത്തുന്ന പ്രായം ചെന്നപ്പോഴാണ്. അതുകൊണ്ട് അവൻ ജനിച്ച കാലം മുതൽ അത്രയും കാലം കാത്തിരുന്നപ്പോഴാണ് അവൻ്റെ അന്ധത മാറിയത്. അതുകൊണ്ട് നിങ്ങൾ അനന്തമായി കാത്തിരിക്കണം. ആദ്യം 21 ദിവസം പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ അനന്തമായി കാത്തിരിക്കണം. ഇനി അടുത്ത ഉപാധി വയ്ക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൽപ്പനകളെല്ലാം പാലിച്ച് ദൈവവചനമനുസരിച്ചാണോ ജീവിക്കുന്നത്? അങ്ങനെയല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ തടസ്സമാകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൽപ്പന പാലിക്കണം. ഈ ഉപാധികൾ വയ്ക്കുമ്പോൾ ഈ ഉപാധികളെല്ലാം ഒരു പഴയ നിയമ പശ്ചാത്തലത്തിലുള്ളതാണ് നമ്മൾ കാണണം. പുതിയ നിയമവുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം പ്രാർത്ഥിച്ചാൽ, നിഷ്ഠയോടെ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ ജീവിതത്തിൽ കൽപ്പനകളെല്ലാം പാലിച്ചാൽ നിങ്ങൾ ഈ ആഗ്രഹം സാധിച്ചു കിട്ടും. 21 ദിവസം പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറിയില്ലെങ്കിൽ അത് നിങ്ങളുടെ ഈ കുറവുകൾ കൊണ്ടാണ്. ഒന്ന് കാത്തിരിപ്പില്ലായ്മയാണ്, ഒന്ന് നിങ്ങളുടെ പാപാവസ്ഥയാണ്. നോക്കൂ എത്ര വിദഗ്ധമായിട്ടാണ് കബളിപ്പിക്കുന്നത്. 21 ദിവസം പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് പറഞ്ഞാൽ അവിടെ വെല്ലുവിളിയാണ് ദൈവത്തോടുള്ളത്. അതേസമയം തന്നെ
നിങ്ങളുടെ മോഹത്തെ വർദ്ധിപ്പിക്കുകയാണ്. ഇന്ന് കാണുന്നൊരു പ്രത്യേകത, പ്രാർത്ഥന 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന നിലയ്ക്കാണ്. ഇല്ലാത്തവയൊക്കെ കൂട്ടിച്ചേർക്കാൻ, ഇഷ്ടമില്ലാത്തവയെ മാറ്റിത്തരാൻ, കഷ്ടമായതൊക്കെ നീക്കിത്തരാൻ, അതിനുവേണ്ടിയാണ് പ്രാർത്ഥന. മാത്രമല്ല, നിങ്ങളുടെ ഭാവി പ്രതീക്ഷകളെ മുഴുവൻ ദൈവത്തിൽ അർപ്പിക്കണമെന്നതിന് പകരം ഭാവി പ്രതീക്ഷകൾ നിറവേറാൻ നിങ്ങൾ മസല് പിടിക്കുകയാണ്. നിങ്ങളുടെ ഈ പ്രാർത്ഥന വഴി ദൈവം സംപ്രീതനായി നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റി തരുമെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഇതൊരു പഴയ നിയമ കൽപ്പനയാണ്, പഴയ നിയമ ആലോചനയാണ്. യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് വേണ്ടി മുൻകൂട്ടിയെല്ലാം തന്നിരിക്കുന്നുവെന്നും ക്രിസ്തുവിലെല്ലാം നിറവേറ്റപ്പെട്ടിരിക്കുന്നുവെന്നും ക്രിസ്തു നമുക്ക് നൽകിയ ജീവിതത്തിൻ്റെ ഈ സുഭഗതയെ പ്രാപിക്കാൻ തക്കവിധം ക്രിസ്തുവിലേക്ക് തിരിയുകയാണ് വേണ്ടതെന്നും ഇവിടെ പറയാൻ മറന്നുപോകുന്നു. അതുകൊണ്ട് ഒരു പഴയ നിയമ പശ്ചാത്തലത്തെ മുഴുവൻ കൊണ്ടുവന്ന് വയ്ക്കുന്നത്, പുതിയ നിയമത്തിനകത്ത് ഈ പഴയ നിയമത്തെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് വിശ്വാസവിരുദ്ധമായ, കത്തോലിക്ക വിരുദ്ധമായ കാര്യമാണ് നമ്മൾ അറിയണം. ഇനി കത്തോലിക്ക വിരുദ്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഭയങ്കര പ്രത്യേക രീതികളിലാണ്. എപ്പോഴും അങ്ങനെയാണല്ലോ. ഇത്തരം പ്രാർത്ഥനകൾ, കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ചോദിച്ചാൽ എന്തും കിട്ടും, ചോദിക്കുവിൻ നൽകപ്പെട്ടുമെന്ന് പറയുന്ന പ്രോസ്പെരിറ്റി ഗോസ്പൽ, സമ്പത്തിൻ്റെ സുവിശേഷം എവിടെ നിന്ന് തുടങ്ങിയതാണ്? 1940-കൾക്ക് ശേഷം വന്നൊരു പ്രത്യേകതയാണ്. ഇങ്ങനെ വന്ന പ്രത്യേകത സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി യഥാർത്ഥ പ്രാർത്ഥനയെയും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കേണ്ടതെന്ന കാര്യത്തെയും മായ്ച്ചു കളയുന്നു. എന്നിട്ട് ഈ പറഞ്ഞ പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ പ്രാർത്ഥനാ പദ്ധതികൾ ഇതിനകത്ത് ആവിഷ്കരിക്കപ്പെടുന്നു. അത് കത്തോലിക്ക പ്രാർത്ഥനയാക്കി മാറ്റാൻ ചില സൂത്രങ്ങൾ ചെയ്യും. ഒന്ന്, മാതാവിന് തിരുസ്വരൂപം വയ്ക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങുക, സഭയുടെ പ്രാർത്ഥന ജപങ്ങളൊക്കെ അതിനിടയ്ക്ക് കുത്തിക്കയറ്റുക, പിന്നെ അവസാനം പരിശുദ്ധ കുർബാനയുടെ ആരാധന വയ്ക്കുക. ഇതിൻ്റെ നടുക്ക് ഈ വചനം, പഴയ നിയമ വചനം പറഞ്ഞ് ഈ പഴയ അന്ധത പ്രചരിപ്പിച്ചാൽ അത് കത്തോലിക്കമായി തെറ്റിദ്ധരിക്കപ്പെടും. ഇത് പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞൊഴിക്കുന്ന പോലെയാണ്. അതല്ലെങ്കിൽ എക്സ്പയറി കഴിഞ്ഞൊരു മരുന്ന് എക്സ്പയറി പുതുക്കിയ ഒരു ലേബൽ ഒട്ടിച്ച് പുറത്തിറക്കുന്നത് പോലെയാണ്. യേശുക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം നൽകപ്പെട്ടിട്ടുണ്ടെന്നും നിങ്ങളെ ശക്തനാക്കുന്നവനിലൂടെ നിങ്ങൾക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നും അറിഞ്ഞ് വിശ്വസിച്ച് അവനെ അനുഗമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ഇടപെടുന്ന അനുഭവം നമുക്കുണ്ടാകുക. എന്തിനാണ് നമ്മുടെ ആവശ്യങ്ങളുടെ നേരത്ത് പ്രാർത്ഥിക്കുന്നത്? അത് കേവലം കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ല. നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറി കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നൊരു ദൈവത്തെ നാം തിരിച്ചറിയും. പ്രാർത്ഥന ഒരു ആശ്രയമാണ്. യാചനാ പ്രാർത്ഥനകളെല്ലാം ഒരു ആശ്രയത്വമാണ്. ക്രിസ്തു പരമോന്നതനാണെന്നും അവൻ എനിക്ക് വേണ്ടി ഇവയെല്ലാം ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെ ചെയ്തവ എൻ്റെ ജീവിതത്തിൽ അനുഭവമാകുമ്പോൾ അവൻ എന്നിൽ വസിക്കുന്നുവെന്നും അവൻ എൻ്റെ ജീവിതത്തിൽ പ്രക്രിയാപരമായി ഇടപെടുന്നവനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. യേശുനാമത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുക. എന്താണ് യേശുനാമത്തിൽ? ദൈവം രക്ഷിക്കുന്നുവെന്നാണ് യേശുനാമം. ദൈവം രക്ഷിക്കുന്നുവെന്ന വാക്കിൻ്റെ അർത്ഥമാണ് യേശു എന്ന്. യേശു എന്ന വാക്ക് നാം പറയുമ്പോൾ രക്ഷകനായ മിശിഹായെ നാം ഓർക്കും, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഓർക്കും. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മാത്രമല്ല, യേശു നാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ അതിനർത്ഥം പ്രക്രിയാപരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവം രക്ഷിക്കുന്നുവെന്നത് ഒരു ദൗത്യമാണ്. യേശുവിൻ്റെ വ്യക്തിനാമം എന്നതിനോടൊപ്പം യേശു ഒരു ദൗത്യമാണ്. ദൈവം രക്ഷിക്കുന്നുവെന്ന ദൗത്യമാണ്. ആ ദൗത്യത്തിൽ നാം പ്രാർത്ഥിക്കുന്നു. ആ പ്രക്രിയാപരമായ ഇടപെടലിനെ ജീവിതത്തിൽ അനുഭവിക്കാനാണ് യേശുനാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ചിലറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തിരിച്ചറിയേണ്ട ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം കാണാനായി നിഷ്ഠയോടെ പ്രാർത്ഥിച്ചാൽ, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഇത്ര തവണ പ്രാർത്ഥിച്ചാൽ, ഇത്ര ദിവസം പ്രാർത്ഥിച്ചാൽ, ഇന്ന പ്രാർത്ഥന ചൊല്ലിയാൽ നിങ്ങളുടെ കാര്യം നടക്കുമെന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ യഥാർത്ഥ വിശ്വാസത്തെ തടയുകയാണ്. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള പ്രത്യാശയെ തടയുകയാണ്. നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പലതരത്തിലാണ് പ്രലോഭനങ്ങൾ. ഈ പറഞ്ഞ പ്രാർത്ഥനയ്ക്കകത്ത് ആ പ്രലോഭനമുണ്ട്. ഒന്നെന്താണ്? ഒന്ന്, നിങ്ങൾ പാപികളാണ്, നിങ്ങൾ കുഴപ്പക്കാരാണ് എന്നൊരു കാര്യം അതിനകത്തുണ്ട്. ഇത് 800 കോടി മനുഷ്യരുണ്ട് ലോകത്ത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എത്രത്തോളം ഉണ്ട്? ഒരു 1/3 വരും. ബാക്കിയുള്ളവർ മുഴുവനും ക്രിസ്തുവിനെ തിരിച്ചറിയാത്തവരും അറിഞ്ഞിട്ട് സ്വീകരിക്കാത്തവരുമായ മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെയും ജീവിതാവശ്യങ്ങൾ നിറവേറുന്നില്ലേ? ക്രിസ്ത്യാനികൾ മാത്രമാണോ ജർമ്മനിക്ക് പോകുന്നത്? ക്രിസ്ത്യാനികൾ മാത്രമാണോ ഭവനമില്ലാതെ പ്രാർത്ഥിക്കുന്നത്, വിഷമിക്കുന്നത്? അപ്പോൾ 800 കോടി മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നൊരു ദൈവം കത്തോലിക്കനായിപ്പോയാൽ പിന്നെ കൃത്യമായി നിഷ്ഠയോടെ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾ നിറവേറില്ല എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ്. ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നവനാണ് ദൈവം. ജീവിതാവശ്യങ്ങൾ നിറവേറ്റുക എന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് ആർക്കായാലും, വിശ്വാസിക്കായാലും അവിശ്വാസിക്കായാലും, വീട് കൊടുക്കുന്നതും മക്കളെ കൊടുക്കുന്നതും ജോലി കൊടുക്കുന്നതും വിദേശത്ത് പോകാൻ അവസരമൊരുക്കുന്നതും എല്ലാം ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അളന്നു തിരിക്കാൻ നമുക്ക് സാധ്യമല്ല. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ
ഈ ആവശ്യം നിറവേറി കിട്ടും എന്ന് പറയുമ്പോൾ ആവശ്യം നിറവേറി കിട്ടാനുള്ള തടസ്സമായി നിങ്ങളുടെ പാപാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അടിമപ്പെടുത്തുകയാണ്. നിങ്ങൾ പാപികളാണ്, നിങ്ങൾ കുറവുള്ളവരാണ്, ഈ കുറവാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യം നിവൃത്തിയാകാൻ തടസ്സമായി മാറുന്നത് എന്ന് പഠിപ്പിക്കുമ്പോൾ നിങ്ങളെ അടിമയാക്കി വയ്ക്കാൻ, നിങ്ങളുടെ മനോനില തകർക്കാൻ ഇടയാകും. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് മാത്രമല്ല, കൃത്യമായി അവിടെ നിന്ന് റോമ 8:10 പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ട് എങ്കിൽ നീതി നിമിത്തം നിങ്ങൾ ജീവിക്കും. ഈ നീതി കരുണയാണ്, ദൈവനീതി കരുണയാണ്. ആ കരുണയാൽ നിങ്ങൾ ജീവിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതാവശ്യങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമാകുന്നത് നിങ്ങളുടെ പാപാവസ്ഥകളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇനി മാത്രമല്ല, പാപത്തെക്കുറിച്ച് നമുക്ക് അനുതാപം ഉണ്ടാകുന്നത് ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയാകുമ്പോൾ യഥാർത്ഥത്തിൽ അത് അനുതാപമാകുമോ? നമുക്കൊരു പാപമുണ്ട്, നമ്മളൊരു പാപാവസ്ഥയിലാണ്, നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല, ക്ഷമിക്കാൻ കഴിയുന്നില്ല, നമ്മൾ ഏതെങ്കിലും തരത്തിൽ പാപകരമായ വീഴ്ചയിലേക്ക് പോയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കാര്യം നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അനുതപിച്ചെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ അനുതപിക്കുന്നത് യഥാർത്ഥത്തിലാണോ നിങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടിയാണ്? അതായത് നിങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടി ഒരാളുടെ മുഖസ്തുതി പറയുന്നത് പോലെ, നിങ്ങളുടെ കാര്യം നടന്നു കിട്ടാൻ വേണ്ടി ഒരാളോട് ഉള്ളിൽ കാപട്യം വെച്ചുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ അങ്ങനെയായിത്തീരും. യഥാർത്ഥത്തിൽ നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടിയാണ് നമ്മൾ അനുതപിക്കുന്നതെങ്കിൽ നമ്മൾ അനുതാപികളല്ല. നമ്മൾ അപ്പോഴും ഈ വസ്തുലോകവുമായി ബന്ധപ്പെട്ടൊരു ക്രമക്കേടിലാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയാത്ത വിധം ക്രമവിരുദ്ധമായ സ്നേഹമാണ് പാപമെന്ന് കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ക്രമവിരുദ്ധമായ സ്നേഹത്തിലാണ്. 40 ദിവസം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ നടക്കുമെന്ന് പറയുന്നു. അപ്പോൾ അതിന് ന്യായമായിട്ട് പറയുന്ന ഇതാണ്, തെറ്റൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ. അനുതപിക്കാനും കുമ്പസാരിക്കാനും കുർബാനയിൽ പങ്കുചേരാനും ഒക്കെ അല്ലേ പഠിപ്പിക്കുന്നത്? നല്ല കാര്യങ്ങളല്ലേ പറയുന്നത്? പാപം ഒഴിവാക്കാനല്ലേ പറയുന്നത്? നിങ്ങൾ എന്തിനെ പ്രതിയാണ് പാപം ഒഴിവാക്കുന്നത്? ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി എനിക്ക് ഈ ലോകത്തിൻ്റെ ക്രമത്തിൽ നിന്ന് മാറാൻ പറ്റണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കണേ. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അനുതാപം. പഴയ നിയമം പറയുന്നത് എന്താ? കൽപ്പന പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ അനുതപിക്കണം. കൽപ്പന പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ അനുതപിക്കണമെന്ന് പറയാൻ അവിടെ കാരണമായിരുന്നത് എന്താ? നിങ്ങളെ ദൈവം ശപിക്കും, നിങ്ങളുടെ ദൈവം ശിക്ഷിക്കും എന്നാണ്. ഇവിടെ എങ്ങനെയാണ്? രക്ഷിച്ച ഒരുവനോടുള്ള സ്നേഹത്തെ പ്രതി എനിക്ക് എൻ്റെ പാപം ഉപേക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ. അവിടെ യഥാർത്ഥ അനുതാപം ജനിക്കും. യഥാർത്ഥ അനുതാപം ജനിക്കേണ്ടത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നാണ്. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് എന്നെ രക്ഷിച്ച് എന്നെ സ്നേഹിച്ച് എന്നെ പരിപാലിക്കുന്ന ഒരുവനോട് എനിക്കുള്ള സ്നേഹം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അനുതപിക്കുന്നത്. അവിടെ അനുതാപം യാഥാർത്ഥ്യമായിട്ട് മാറും, മറ്റത് വ്യാജമായിട്ട് മാറും. അപ്പോൾ 40 ദിവസം നിങ്ങളിങ്ങനെ നിഷ്ഠയോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾ നിറവേറും എന്ന് പറയുമ്പോൾ രണ്ടാമതൊരു തെറ്റിദ്ധരിക്കൽ അതിൻ്റെ പുറകിലുണ്ടാകും. ഈ പ്രാർത്ഥനാവശ്യം നിറവേറിയാൽ നിങ്ങളെന്ത് ധരിക്കും? ഞാനിങ്ങനെ പാപം ഉപേക്ഷിച്ച്, ഞാനിങ്ങനെ ബലം പിടിച്ച്, ഞാൻ ഈ 40 ദിവസം ഉപവസിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കാര്യം നടന്നു. ഇപ്പോൾ ഈ കാര്യം നടന്നതിൻ്റെ നിർവാഹക ശേഷി ആർക്കാണ്? കർത്താവിനാണോ നിങ്ങൾക്കാണോ? പ്രാർത്ഥിക്കുന്നവർക്കാണോ? ഈ കൃപകളെല്ലാം ഒഴുക്കുന്നവനാണോ? അതുകൊണ്ട് ദൈവത്തെ ദൈവമായി തിരിച്ചറിയാതിരിക്കാനും അവനവനിൽ തന്നെ ആശ്രയിക്കാനുമുള്ള ഒരു പ്രേരണ ഈ യാചനയുടെ അകത്ത് കുത്തിക്കയറ്റി വെക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? നിങ്ങൾ ഏത് ആവശ്യം ചോദിച്ച് പ്രാർത്ഥിച്ചാലും കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾ നിറവേറും. അങ്ങനെ പറഞ്ഞിട്ട് ഒരു വ്യാമോഹിപ്പിക്കലാണ്. നിങ്ങളുടെ ജീവിതാഭിലാഷങ്ങൾ നിറവേറി കിട്ടുമെന്ന് പറയാൻ അബ്രഹാം ബലിപീഠത്തിന് മുമ്പേ പ്രാർത്ഥിച്ചു, യാഹ്വേരേ കർത്താവിൻ്റെ ബലിപീഠത്തിൽ എന്തും കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ ബലിപീഠത്തെ സമീപിക്കുന്നവരായി മാറും. കർത്താവിൻ്റെ ബലിപീഠത്തെ സമീപിക്കേണ്ടത് സ്വയം ഉപേക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ക്രിസ്തുവിൽ ബലിയായി തീരാൻ തീരുമാനിച്ചവരാണ്, ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങിയവരാണ്, യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ്. നമ്മളെ തന്നെ അർപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ അർപ്പണത്തോട് ചേർത്ത് വെച്ചിട്ടാണ്. ക്രിസ്തുവിൻ്റെ അർപ്പണമാകട്ടെ നിഷ്കാമമായ അർപ്പണമാണ്. ഒന്നും നേടാനല്ലാതെ, അവനവന് വേണ്ടിയല്ലാതെ, അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. സ്വയം ഉപേക്ഷയിലാണ്, മറ്റുള്ളവർക്കൂടി കൃപ ചൊരിയാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള വ്യാമോഹിപ്പിക്കലുകൾ നമ്മൾ കൊടുങ്ങരുത്. മൂന്നാമത്തേത് ഭയപ്പെടുത്തലാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ തിന്മകളൊക്കെ നിങ്ങളെ ആക്രമിക്കും, തിന്മകളൊക്കെ നിങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തും, നിങ്ങളുടെ സമ്പത്തിൻ്റെ മേഖലയെ കെട്ടും, നിങ്ങളുടെ ജീവിതത്തെ പരിമിതപ്പെടുത്തും, നിങ്ങളെ രോഗിയാക്കും, നിങ്ങളുടെ ജീവിതത്തിൽ അപകടങ്ങൾ സംഭവിക്കും. ഇങ്ങനെ പറഞ്ഞ് ഭയപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, നിങ്ങൾക്കെതിരായ എല്ലാ തിന്മകളെയും നിൽക്കാൻ വേണ്ടി കുരിശിൽ മരിച്ച് വിമോചനം തന്ന ഒരുവനെ നിഷേധിക്കുന്നവരായിട്ട് നമ്മൾ മാറും. അറിയാതെ പെട്ടുപോകുന്നൊരു കാര്യമാണിത്. നമ്മളിത് അറിയണമെന്നില്ല. അതിൻ്റെ പുറകിലുള്ള ഈ വശങ്ങളെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തത് കൊണ്ട് ഇത്തരം വ്യാജമായ പ്രാർത്ഥനാ നിർദ്ദേശങ്ങളിൽ, പ്രാർത്ഥനാ രീതികളിൽ നമ്മൾ കുടുങ്ങിപ്പോകാനിടയാകും. പ്രിയപ്പെട്ടവരെ, ചിലർ പറയുന്നത് നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന ആവശ്യം കിട്ടിയെന്ന്
അത് ആ വസ്തുവൽക്കരിച്ച് പ്രാർത്ഥിക്കണം. ഒരു TV വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് TV ആണ് വേണ്ടതെന്ന് കണ്ട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് TV-യെയാണ്, നിങ്ങളുടെ ആവശ്യത്തെയാണ്. നിങ്ങളുടെ ആവശ്യം കർത്താവിൻ്റെ സന്നിധിയിൽ ഉപേക്ഷിച്ച് കർത്താവിലേക്ക് തിരിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾക്കകത്ത് പ്രവർത്തിക്കുന്ന ഈ ദൈവം രക്ഷിക്കുന്നു എന്ന് പറയുന്ന പ്രക്രിയാപരമായ യേശുവിനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാം. അതുകൊണ്ട് കത്തോലിക്കാ സഭയുടെ ലേബലിൽ, കത്തോലിക്കാ വിശ്വാസം എന്ന ലേബലിൽ ഇന്ന് അവതരിപ്പിക്കപ്പെടുന്ന അനേകം പ്രാർത്ഥനാ സങ്കേതങ്ങളിലും രീതികളിലും കടന്നുകൂടിയിട്ടുള്ളത് കത്തോലിക്ക വിരുദ്ധമായ, പ്രത്യേകിച്ചും സമ്പത്ത് കേന്ദ്രീകൃതമായ ഒരു പ്രാർത്ഥനാ രീതിയാണ്. ആ പ്രാർത്ഥനാ രീതി സ്ഥാപിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന മുഴുവൻ പഴയ നിയമവചനങ്ങളാണ്. നമ്മളിത് പറയുമ്പോൾ കേവല വിമർശനമായിട്ട് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഇത്തരം പ്രാർത്ഥനാ സങ്കേതങ്ങളിൽ ഉപയോഗിക്കുന്ന മഹാഭൂരിപക്ഷം വചനങ്ങളും പഴയ നിയമത്തിൽ നിന്നാണ്. ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ ദാനിയേൽ ദൈവത്തെ കണ്ടിട്ടില്ല. ദാനിയേലിന് ദൈവമാരെന്ന് യഥാർത്ഥം അറിഞ്ഞുകൂടാ. ദാനിയേൽ ജീവിതത്തിൽ രക്ഷ അനുഭവിച്ചിട്ടില്ലെന്ന് കൂടി ഓർക്കണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടില്ലെന്ന് ഓർക്കണം. ദാനിയേൽ പ്രവാചക ദൗത്യത്തിലാണ്. ദാനിയേൽ ഒരിക്കലും ക്രിസ്തുവിന് പകരമാകില്ല. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് വെളിപ്പെടുത്തിയത് താൻ ദൈവമാണെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ജീവിതം കൊണ്ട് കാട്ടിത്തരാണ്. പ്രാർത്ഥന ഒരു ജീവിതമാക്കി അർപ്പിച്ച് കാണിക്കുകയാണ് ക്രിസ്തു. ആ ക്രിസ്തുവിലാണോ നാം പ്രാർത്ഥിക്കേണ്ടത്, പഴയ നിയമ സങ്കേതത്തിലാണോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ജീവിത പ്രതിസന്ധികളും തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതെങ്ങനെയാണ് പ്രാർത്ഥിക്കുക? സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആളുകളെയൊക്കെ സമർപ്പിക്കും. ആളുകളല്ല സമർപ്പിക്കേണ്ടത്, നമ്മളെ തന്നെ സമർപ്പിക്കണം. വ്യക്തിപരമായി അവനവനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. കത്തോലിക്കാ സഭ യാചനാ പ്രാർത്ഥനകൾക്ക് വിരുദ്ധമായി ചിന്തിക്കുന്നില്ല. കത്തോലിക്കാ സഭയിൽ പ്രാർത്ഥന, യാചനയുടെ പ്രാർത്ഥനകൾ ആവശ്യമാണെന്ന് തന്നെയാണ് പറയുന്നത്. ജീവിതാവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പ്രാർത്ഥിക്കണം. ലാറ്റിൻ കുർബാനക്രമത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്: അധ്വാനത്തിലൂടെ മനുഷ്യർ മാനവ പുരോഗതി കൈവരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ അഭിലാഷം അതാണ്. നമ്മുടെ അധ്വാനവും നമ്മുടെ ശ്രമങ്ങളും ആവശ്യമാണ്. ഈ അധ്വാനങ്ങളും ശ്രമങ്ങളും ദൈവത്തോട് ആശ്രയത്വമില്ലാത്തതായിട്ട് മാറുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കും? മാനുഷിക ആശ്രയം ഉണ്ടാവും. അവനവനിൽ തന്നെ ആശ്രയിക്കും. അവനവനിൽ തന്നെ ആശ്രയിക്കുമ്പോൾ സ്വാഭാവികമായി അഹങ്കാരത്തിലേക്ക് നമ്മൾ വരും. മാത്രമല്ല, നമുക്ക് കിട്ടുന്ന ഫലം ദൈവികമാണെന്ന് ചിന്തിക്കാൻ കഴിയാതെ സ്വന്തമായി നമ്മൾ കരുതും. അധ്വാനിച്ച് 10 രൂപ കിട്ടുമ്പോൾ ആ 10 രൂപ എൻ്റേതാണെന്ന് കരുതുകയും ആ 10 രൂപയിൽ ഞാൻ അഹങ്കരിക്കുകയും ചെയ്യും. ഞാൻ നേടി എന്ന ബോധം ഉണ്ടാവും. ഈ അഹങ്കാരം യഥാർത്ഥത്തിൽ നമ്മെ വീഴ്ത്തും. താനെന്ന ഭാവം, തന്നിൽ അഭിമാനം, തന്നിൽ ആശ്രയം, ഇതൊക്കെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നവയാണ്, രക്ഷയിൽ നിന്ന് അകറ്റുന്നവയാണ്. അപ്പോൾ തന്നിൽ തന്നെ ആശ്രയിക്കാതിരിക്കാൻ ദൈവത്തിൽ ആശ്രയിച്ച് അധ്വാനങ്ങളെ അർപ്പിക്കുമ്പോൾ, പ്രാർത്ഥനയായിട്ട് അർപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമെല്ലാം ദൈവത്തിൽ നിന്നുള്ളതായിട്ട് മാറും. ഇനി ദൈവത്തിൽ നിന്ന് ഫലം ഉണ്ടാകുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? ദൈവം ദാനങ്ങളെല്ലാം വർഷിക്കുകയാണ്. ദൈവം ഈ ദാനങ്ങളെല്ലാം വർഷിക്കുന്നത് അവനവന് വേണ്ടിയാണോ? അധ്വാനം മുഖേന മനുഷ്യർ മാനവ പുരോഗതി കൈവരിക്കണമെന്ന്, ഈ മാനവ പുരോഗതിക്ക് വേണ്ടിയാണ് നാം സ്വയം അർപ്പിക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടാകണം. സാധാരണഗതിയിൽ നമ്മളൊരു ജോലി ചെയ്യുന്നു, ജോലി ചെയ്താൽ ടാക്സ് കൊടുക്കണം. എന്തിനാണ് ടാക്സ് കൊടുക്കുന്നത്? ടാക്സ് കൊടുക്കുന്നതിന് അർത്ഥം ഇതാണ്: നീ ജോലി ചെയ്യുന്നു, നിൻ്റെ കഴിവ് ഉപയോഗിച്ചാണ്. പക്ഷേ കഴിവ് നീ ആർജിച്ചത് സ്വന്തമായിട്ടല്ല. കഴിവ് നീ ആർജിച്ചത് ഈ സമൂഹത്തിൽ നിന്നാണ്. ആ കഴിവ് നീ വിനിയോഗിച്ചത് ഈ സമൂഹം അത് അംഗീകരിച്ചത് കൊണ്ടും നിൻ്റെ അധ്വാനം സ്വീകരിച്ചത് കൊണ്ടുമാണ്. അപ്പോൾ കഴിവ് നിനക്ക് നൽകിയതും ഈ കഴിവ് സ്വീകരിച്ച് അതിലൂടെ പ്രതിഫലം നിനക്ക് നൽകുന്നതും സമൂഹമാകയാൽ ഈ സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് നിൻ്റേതായത് നീ കൊടുക്കണം. നിൻ്റെ പങ്ക് നീ കൊടുക്കണം, ഓഹരി കൊടുക്കണം. ഇതേപോലെ ദൈവമാണ് എൻ്റെ കഴിവുകൾ തന്നതെന്നും ഈ കഴിവുകൾ പ്രയോഗിച്ചപ്പോൾ ഫലം തന്നത് ദൈവമാണെന്ന് വരുമ്പോൾ ഇത് എൻ്റേതല്ലാതായിട്ട് മാറും. ഈ നേട്ടം ദൈവത്തിൻ്റെതായിട്ട് മാറും. ദൈവത്തിൻ്റെതായിട്ട് മാറുമ്പോഴോ അതെല്ലാവർക്കും വേണ്ടിയുള്ളതായി മാറും. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെന്ന് തിരിച്ചറിയാൻ യാചനയിലൂടെയുള്ള ആശ്രയത്വം അനിവാര്യമായൊരു കാര്യമാണ്. കത്തോലിക്കാ സഭയുടെ പ്രബോധനത്തിൽ 2629 യാചനാ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ യാചനാ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അതിൻ്റെ ഏറ്റവും സ്വാഭാവികവും സാധാരണവുമായ രൂപം യാചനയാണ്. യാചനാരൂപത്തിലുള്ള പ്രാർത്ഥന വഴിയാണ് ദൈവവുമായുള്ള ബന്ധത്തെപ്പറ്റിയുള്ള നമ്മുടെ അവബോധം നാം പ്രകടമാക്കുന്നത്. നാം സൃഷ്ടികളാണ്. നമ്മുടെ ആരംഭത്തിന് കാരണക്കാർ നാമല്ല. അതുപോലെ തന്നെ നാം ജീവിതക്ലേശങ്ങളുടെ നിയന്താക്കളോ നമ്മുടെ തന്നെ അന്തിമ ലക്ഷ്യമോ അല്ല. നാം പാപികളാണ്. നമ്മുടെ പിതാവിനെ വിട്ടകന്നു പോകുന്ന പാപികളാണ് നാമെന്ന് ക്രൈസ്തവരായ നമുക്കറിയാം. നമ്മുടെ യാചന ദൈവത്തിങ്കിലേക്കുള്ള ഒരുതരം തിരിച്ചുവരവാണ്. ഈ ഒരു ബോധ്യത്തിന് വേണ്ടിയാണ്. ഞാൻ പാപിയാണെന്ന് പറയുമ്പോൾ
അതോടുകൂടി ഞാൻ നശിച്ചു പോകുന്നല്ല. പാപിയായിരിക്കെ എന്നെ സ്നേഹിച്ച, എനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ഒരുവനെക്കുറിച്ചുള്ള ബോധം എന്നിൽ വരും. എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിത്തരുന്ന ഒരുവൻ ദൈവമാണെന്ന് വരുമ്പോൾ ആ ദൈവത്തിൽ ഞാൻ സമ്പൂർണ്ണമായി ആശ്രയിക്കും. അവിടെയാണ് യാചനകൾക്ക് പ്രാധാന്യമുള്ളത്. എങ്ങനെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്? എല്ലാ കാര്യങ്ങളും ദൈവമാണ് തരുന്നതെങ്കിൽ ദൈവത്തിന് ഇങ്ങ് തന്നാൽ പോരെ? അങ്ങനെയല്ല. ദൈവം എല്ലാ കാര്യങ്ങളും നമുക്ക് തരുന്നത് 3 പ്രധാന മാർഗങ്ങളിലൂടെയാണ്. ഒന്ന്, കഴിവുകൾ. ദൈവം നമുക്ക് കഴിവുകൾ തന്നിട്ടുണ്ട്. രണ്ടാമത്, ദൈവം നമുക്ക് ആ കഴിവുകൾ പ്രയോഗിക്കാനുള്ള ശേഷി തന്നിട്ടുണ്ട്. മൂന്നാമത്, അവസരം തന്നിട്ടുണ്ട്. അവസരം 2 തരത്തിലാകാം. പ്രതിസന്ധികളിലൂടെയാകാം, അനുകൂല സാഹചര്യങ്ങളിലൂടെയാകാം. രണ്ടും ദൈവം തരുന്ന അവസരങ്ങളാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ദൈവം നമുക്ക് ദാനമായി നൽകിയിട്ടുണ്ട്. അങ്ങനെ ദാനമായി നൽകിയിട്ടുള്ള ദൈവം നമ്മിൽ നിന്ന് ഒരു പങ്കാളിത്തം ആവശ്യപ്പെടുന്നു. രക്ഷ യേശുക്രിസ്തുവിൽ സാധ്യമായ കാര്യമാണല്ലോ. യേശു കുരിശിൽ മരിച്ചപ്പോൾ രക്ഷ സാധ്യമായി. ഈ രക്ഷ നമുക്ക് അനുഭവിക്കണമെങ്കിൽ നാം അതിൽ പങ്കാളികളാകണം. അതിന് ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് പനി വരുന്നു, നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ മരുന്ന് കുറിച്ച് തന്നു, നിങ്ങൾ മരുന്ന് വാങ്ങിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞത്. ചെന്നു, ഡോക്ടർ ചോദിച്ചു, പനി ഇപ്പം എങ്ങനെയുണ്ട്? പനി ഇതുവരെ കുറവില്ല ഡോക്ടർ. മരുന്ന് കുറിച്ച് തന്നതല്ലേ? തന്നതാണ്. നിങ്ങളത് വാങ്ങിച്ചില്ലേ? വാങ്ങിച്ചു. നിങ്ങളത് കഴിച്ചോ? അത് കഴിച്ചില്ല ഡോക്ടർ, അതെൻ്റെ പോക്കറ്റിലുണ്ട്. മരുന്ന് കണ്ടുപിടിക്കുന്നു, മരുന്ന് നിങ്ങൾക്ക് തരുന്നു, ആ മരുന്ന് നിങ്ങൾ വാങ്ങിക്കുന്നു. ഇത്രയുമൊക്കെ നിങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആ മരുന്ന് കഴിച്ചിട്ടില്ല. ആ മരുന്ന് കഴിക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്കത് അനുഭവമാകുക? രക്ഷ സ്ഥാപിതമായിരിക്കുന്നു, രക്ഷയിലേക്ക് നാം വിളിക്കപ്പെടുന്നു. ആ രക്ഷ അനുഭവിക്കണമെങ്കിൽ ഒരു മാനുഷിക പങ്കാളിത്തം അതിനാവശ്യമുണ്ട്. അതെന്തിനു വേണ്ടിയാണ് ആ മാനുഷിക പങ്കാളിത്തം? മനുഷ്യൻ പാപം ചെയ്ത് വീണുപോയപ്പോൾ മനുഷ്യൻ വീണുപോയ സാദൃശ്യത്തിലാണ്. വീണുപോയ സാദൃശ്യത്തിലുള്ള മനുഷ്യൻ രക്ഷിക്കാൻ വന്ന ക്രിസ്തു ഈ പറഞ്ഞ സ്വർഗത്തിലേക്കുള്ള ഗോവണി ചാരി വെച്ചിട്ടുണ്ട്. ആ ഗോവണിയിലൂടെ നാം നടന്നു കയറണം. എന്തിനു വേണ്ടി? നാം അങ്ങനെ ഓരോ നിമിഷവും യേശുവിനെ ഏറ്റുപറഞ്ഞ് വിശ്വാസം പറഞ്ഞ് മുൻപോട്ട് പോയി നാം ഈ സ്വർഗത്തിലെത്തിച്ചേരുമ്പോൾ യഥാർത്ഥത്തിൽ നാം പ്രഘോഷിക്കുന്നത് ഈ രക്ഷയാണ്. ഈ രക്ഷ ആനുകാലിക ലോകത്ത് നാം അനുഭവപ്പെടുത്തുകയാണ്. 2000 വർഷം മുമ്പ് കുരിശിൽ മരിച്ച ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വയം സമർപ്പിക്കുമ്പോൾ ഞാൻ ഈ ആനുകാലിക ലോകത്ത് വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവിൻ്റെ രഹസ്യത്തെയാണ്, ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെയാണ്. അങ്ങനെ ലോകത്ത് ഇത് വെളിപ്പെടുത്താൻ നമുക്ക് കടമയുണ്ട്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് നൽകപ്പെട്ട ദാനങ്ങളെയും കഴിവുകളെയും നമുക്ക് ബോധ്യം ഉണ്ടാകണം. പക്ഷേ ഈ ബോധ്യം എപ്പോഴും നമുക്ക് നിലനിൽക്കില്ല. ദൈവം നമുക്ക് കഴിവ് തന്നിട്ടുണ്ട്, പക്ഷേ ഈ കഴിവിനെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവില്ല. അപ്പോൾ നാം പ്രാർത്ഥിക്കും, കർത്താവേ ഈ കഴിവ് എനിക്ക് ഇപ്പോൾ നൽകണമേ. ഇപ്പോൾ നൽകണമെന്ന് വെച്ചാൽ ഇപ്പോൾ അനുഭവപ്പെടുത്തണമേ എന്നത് മനസ്സിലാക്കണം. ഇപ്പോൾ പ്രത്യേകമായിട്ട് തരുമല്ല, ഇപ്പോൾ അനുഭവപ്പെടുത്തണമേ. ആ കഴിവ് എനിക്കുണ്ട് എന്ന ബോധ്യം എന്നിൽ നിറയുമ്പോൾ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം നൽകുമ്പോൾ ഞാൻ എന്നെ ഉപേക്ഷിക്കുകയും കർത്താവിൽ പ്രത്യാശ വയ്ക്കുകയും നിന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ നിനക്ക് സാധിക്കും എന്നൊരു ബോധ്യം മനസ്സിലുറയ്ക്കുകയും ചെയ്യും. ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കർത്താവാണ്, നിങ്ങളല്ല. പ്രക്രിയാപരമായ യേശുനാമത്തിൻ്റെ ഇടപെടലാണ് അവിടെ നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളിൽ നിന്ന് ക്രിസ്തുവിലേക്ക് മാറും. അങ്ങനെ ക്രിസ്തു നിങ്ങളുടെ പ്രവൃത്തികളുടെ നാഥനായി മാറുമ്പോൾ, നിങ്ങൾക്ക് ജീവിത വിജയമുണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട ക്രിസ്തുവിനെ നിങ്ങൾ ആ പ്രവൃത്തി വഴി അനുഭവിക്കും. ഒരു നേട്ടമുണ്ടാകുമ്പോൾ ആ നേട്ടം കേവലമായ വസ്തുപരമായ ഒരു കാര്യമായിട്ട് മാത്രമല്ല നമ്മൾ അനുഭവിക്കുക. അതിൻ്റെ പുറകിൽ ദൈവമാണെന്ന് ബോധ്യമുണ്ടാകുമ്പോൾ എന്നെ രക്ഷിക്കുന്ന ഒരുവനെ എൻ്റെ ജീവിത വഴികളിൽ ഞാൻ കണ്ടുമുട്ടും. അതിനുവേണ്ടിയാണ് നാം ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രാർത്ഥിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രാർത്ഥന ആവശ്യങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കണമെന്നോ അവ ഉപേക്ഷിക്കണമെന്നോ അല്ല ഈ പറഞ്ഞതിനൊക്കെ അർത്ഥം. കേവലം ബലം പിടിച്ച് ഇത്ര ദിവസം കൊണ്ട് കാര്യം നടത്തിയെടുക്കാമെന്നോ ഇന്ന പ്രാർത്ഥന ചൊല്ലി ഇങ്ങനെ ചെയ്താൽ കാര്യം നടക്കുമെന്നുള്ള അന്ധവിശ്വാസങ്ങളിൽ നമുക്ക് മോചനം ഉണ്ടാകണം. പകരം നമ്മളെങ്ങനെ പ്രാർത്ഥിക്കണം? നമ്മുടെ ജീവിതാവശ്യങ്ങളുണ്ടല്ലോ, അവ നിറവേറി കിട്ടേണ്ടതുണ്ടല്ലോ. നമുക്ക് മുൻപോട്ട് പോകണമെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ സഹായം ആവശ്യമുണ്ട്. ലോകത്തെ എല്ലാ മനുഷ്യർക്കും വേണ്ടി നമ്മളിത് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ പ്രാർത്ഥിക്കണം. ഇനി നമ്മുടെ ജീവിതാവശ്യങ്ങൾ നിറവേറി കിട്ടാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് സ്വാർത്ഥമല്ലാത്ത ഒന്നായി മാറണമെങ്കിൽ വിശ്വാസത്തോടെ ദൈവദാനമാണെല്ലാം എന്ന ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. എങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേവലമായൊരു കാര്യം കാണാനാണോ? ഇതാണ് ജീവിതത്തിൻ്റെ അന്ത്യമെന്ന് വിചാരിച്ചിട്ടാണോ? ഏതെങ്കിലും ഒരു ആവശ്യം പ്രാർത്ഥിച്ച് നേടിയതുകൊണ്ട് ജീവിതം പരിപൂർണമായ ആരെയെങ്കിലും ലോകത്ത് കാണാൻ പറ്റുമോ? ഇപ്പോൾ ജർമ്മനിക്ക് പോകണമെന്ന് പ്രാർത്ഥിച്ച് ജർമ്മനിക്ക് പോയി കഴിയുമ്പോൾ ജർമ്മനി പ്രശ്നങ്ങൾ ഉണ്ടാവാണ്, അവിടെ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാണ്. അപ്പോൾ ആര് വേണം? അപ്പോൾ വീണ്ടും കർത്താവ് വേണം. എന്താണ് അതിനർത്ഥം?
ജീവിതത്തിലുടനീളം കർത്താവിൻ്റെ കൂട്ടായ്മയുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കാൻ നമ്മുടെ ഈ പ്രാർത്ഥന നമ്മളെ സഹായിക്കും. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജർമ്മനി പോകാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുകയാണ്. പാസ്പോർട്ടില്ല, വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടില്ല, അവിടെ ജോലി കിട്ടാൻ സാധ്യതയില്ല, പോകാനുള്ള പണമില്ല. ഇതൊന്നുമില്ലാതെ ഒരാൾ എന്നെ ജർമ്മനിക്ക് അയക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കുമോ? 21 ദിവസം പ്രാർത്ഥിച്ചിട്ട് അസാധ്യ കാര്യം നടക്കുമെങ്കിൽ നടക്കേണ്ടത് അങ്ങനെയാണ്. പരീക്ഷ എഴുതാതെ ജയിക്കണം, MAക്ക് രജിസ്റ്റർ ചെയ്യാതെ MA ഡിഗ്രി കിട്ടണം. കിട്ടും, വ്യാജമായിട്ട് കിട്ടും, ഒറിജിനലായിട്ട് കിട്ടുമോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രയത്നങ്ങൾ കർത്താവിൽ അർപ്പിക്കുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന. ഞാൻ എൻ്റെ പ്രയത്നങ്ങൾ കർത്താവിൽ അർപ്പിക്കുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന എന്ന് തിരിച്ചറിയണം. ഞാൻ പ്രവർത്തിക്കാതിരിക്കലല്ല. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് നയിക്കുമ്പോൾ ആ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായിട്ട് മാറും. ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം? പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം വേണ്ടത്, ഒന്ന്, നമുക്കൊരു അനുതാപം ഉണ്ടാവണം. അത് ഈ പറഞ്ഞതുപോലെ കാര്യം കാണാനുള്ള അനുതാപമല്ല. ദൈവമേ, ഞാനും നീയും തമ്മിൽ എത്ര അകലം. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല. നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമായി മറ്റുള്ളവരെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല. സ്നേഹത്തിൽ ഞാൻ പരിമിതനാണ്. ഈശോയെ, കഴിവിൽ ഞാൻ പരിമിതനാണ്, അറിവിൽ ഞാൻ പരിമിതനാണ്. നിന്റെ ആത്മാവിനെ പ്രവർത്തിക്കുന്നു, അതെനിക്ക് അനുഭവമാക്കണമേ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയെല്ലാം വെളിപ്പെടേണ്ടത് നിന്റെ സ്നേഹമാണ്. നിന്നെ അനുഭവിക്കാനാണ് ജീവിതാവസരങ്ങൾ. ജോലിയായാലും കഷ്ടതയായാലും എല്ലാം നിന്നെ അനുഭവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് ദൈവം തന്നിട്ടാണെങ്കിൽ കോട്ടങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ കോട്ടങ്ങളൊരു അവസരമാണ്, സാധ്യതയാണ്. നിങ്ങൾക്കൊരു സാമ്പത്തികമായി ബുദ്ധിമുട്ടുമില്ല, സുഖമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ജോലിക്ക് പോകാനോ വിദേശത്ത് പോകാനോ ആഗ്രഹിക്കുമോ? ഇവിടെ സാമ്പത്തികമായി സുസ്ഥിതികൾ ആരെങ്കിലും എനിക്ക് ജർമ്മനി പോയി ജീവിച്ചാലേ മതിയാകുമെന്ന് വാശി പിടിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? അപ്പോൾ എനിക്ക് സാമ്പത്തികമായി എല്ലാം നല്ല നിലവാരത്തിലാണെങ്കിൽ, കുമിഞ്ഞിരിക്കുകയാണ്, എനിക്കൊരു ആവശ്യമില്ലെങ്കിൽ, എനിക്കൊരു ആവശ്യവും നേരിടുന്നില്ലെങ്കിൽ, എനിക്കൊരു പരിമിതി ഇല്ലെങ്കിൽ ഞാൻ ദൈവത്തിലേക്ക് തിരിയൂ. അപ്പം അതുകൊണ്ടൊരു സാധ്യതയാണ്, ദൈവത്തിലേക്ക് തിരിയാനുള്ള സാധ്യതയായി രണ്ട് സാഹചര്യങ്ങളെയും കാണണം. സമ്പത്തുള്ളപ്പോൾ അത് വിനിയോഗിക്കാൻ എങ്ങനെയെന്ന് വെളിപ്പെടുത്തേണ്ടത് ദൈവമാണ്. ദൈവേഷ്ടപ്രകാരം വിനിയോഗിക്കാൻ അതിന് പ്രാർത്ഥന ആവശ്യം വരും. ഇല്ലായ്മ ഉണ്ടാകുമ്പോൾ, എൻ്റെ ആവശ്യങ്ങൾ നിറവേറാതെ വരുമ്പോൾ, എൻ്റെ ആവശ്യങ്ങൾ ഇടപെടുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് അവനിൽ ആശ്രയിക്കാൻ എനിക്ക് പ്രാർത്ഥന ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഉള്ളായ്മയായാലും ഇല്ലായ്മയായാലും കർത്താവിൽ ആശ്രയിക്കാനുള്ള അവസരങ്ങളാണ്. ഉള്ളവൻ അത് പങ്കുവെക്കാതിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് രക്ഷയിൽ നകന്നു പോകും. അതുകൊണ്ട് ഈ ഉള്ളവ പങ്കുവെക്കാനുള്ള മനോനില ഉണ്ടാകാൻ, സ്നേഹം വർദ്ധിക്കാൻ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അസാധ്യമായൊരു കാര്യം എന്താണ്? സ്നേഹിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. എത്രത്തോളം സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോഴും നാം തിരിച്ചറിയുന്നത് സ്നേഹിക്കാനാവുന്നില്ലെന്നാണ്. നാം ക്ഷമിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ സമ്പൂർണ്ണമായ ക്ഷമ നമുക്കുണ്ടാവുമോ? ക്ഷമിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും വീണ്ടും തികട്ടി വരും. പക്ഷെ ക്ഷമിക്കാൻ നമുക്കാകുന്നില്ല, സഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ സഹനത്തിലാണ്, സഹനമൊക്കെ സ്വീകരിക്കുന്നു പറയും, പക്ഷെ കാലിലൊരു മുള്ളു കൊണ്ടാൽ നമ്മൾ പറയും എന്തൊരു കഷ്ടം, സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ അസാധ്യമായ കാര്യങ്ങൾ അവയാണ്. സമ്പത്തുണ്ടാക്കുന്നതോ ഹിമാലയത്തിൽ കയറുന്നതോ ജോലി കിട്ടുന്നതോ ഒന്നും അസാധ്യമായ കാര്യമല്ല, സാധ്യമായ കാര്യമാണ്. കുറേ നാൾ മുമ്പ് വരെ കുട്ടികളുണ്ടാകാൻ വന്ധ്യത ആർക്കെങ്കിലും പ്രശ്നമായിരുന്നെങ്കിൽ അതിന് ചികിത്സയില്ലായിരുന്നു, അവർക്ക് മക്കളുണ്ടാവില്ല. ഇന്ന് വന്ധ്യതയ്ക്ക് അനേകം ചികിത്സാ മാർഗങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ രോഗം വന്നാൽ മരണത്തിൽ കലാശിച്ചിരുന്നു. ഇന്ന് ഒത്തിരി മരുന്നുകൾ അഡ്വാൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭത്തിൽ വരെ രക്തം പരസ്പരം മാറാൻ പറ്റില്ലായിരുന്നു. ഒരാളുടെ രക്തം വാർന്നു പോയാൽ അയാൾ മരിച്ചു പോകും. ഇന്ന് രക്തം ദാനം ചെയ്യാൻ കഴിയും. കാരണം രക്തം ഏതൊക്കെ ഗ്രൂപ്പാണുള്ളതെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. മാനുഷിക പുരോഗതിയാണ്. ഈ മാനുഷിക പുരോഗതിയെല്ലാം ദൈവത്തിൽ നിന്നാണ്. മാനവ പുരോഗതി കൈവരിക്കാൻ ദൈവം തന്ന കഴിവുകൾ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ, ക്ഷമയോടെ, കർത്താവിൻ്റെ സന്നിധിയിൽ എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ഞാൻ എത്ര പോരായ്മയുള്ളവനാണെങ്കിലും എന്നെ കരുതുന്ന ദൈവം ഇടപെടും. ഈ ഒരു വിശ്വാസം നമ്മുടെ അകത്തുണ്ടാകണം. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നതിൽ നിന്ന് അവനോടുള്ള സ്നേഹത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതാവശ്യങ്ങൾ ചോദിക്കേണ്ടതില്ലാതായി പോലും വരും. ചോദിക്കേണ്ടതായി വരില്ല. ഹൃദയത്തിന് അങ്ങനെ സമ്മർദ്ദമുണ്ടാകില്ല. എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന വിശ്വാസം വർദ്ധിക്കാനാണ് യഥാർത്ഥത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടത്. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസം വർദ്ധിക്കുമ്പോഴാണ് സ്നേഹിക്കാൻ കഴിയുക, ക്ഷമിക്കാൻ കഴിയുക, കൊടുക്കാൻ കഴിയുക, സഹിക്കാൻ കഴിയുക, ഉയർക്കാൻ കഴിയുക. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി അലയേണ്ടതില്ല. പലയിടങ്ങളിലായി കയറിയിറങ്ങുകയല്ല വേണ്ടത്. നിങ്ങളിൽ വസിക്കുന്ന യേശുവിനെ, സഭാഗാത്രമായ യേശുവിനെ പൂർണ്ണ മനസ്സോടെ വിശ്വസിക്കുക.
നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്ന അനുഭവം ഉണ്ടാവും. ആ അനുഭവത്തിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം, പരസ്പരം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതാവശ്യങ്ങളെല്ലാം നിറവേറിക്കിട്ടട്ടെ, നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നിങ്ങളുടെ ജീവിതം ഓരോ കാര്യങ്ങൾ നേടുമ്പോഴും ദൈവാനുഭവത്തിൻ്റെതായി മാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളും ക്ലേശങ്ങളും രോഗങ്ങളും ദുരിതങ്ങളുമെല്ലാം ദൈവത്തെ കണ്ടുമുട്ടാനും അനുഭവിക്കാനുമുള്ള അവസരങ്ങളായി മാറട്ടെ. നിങ്ങളുടെ ജീവിതം സമൃദ്ധമാവട്ടെ, സന്തോഷമുള്ളതാകട്ടെ. ദൈവത്തിൻ്റെ കൂട്ടായ്മയും സ്നേഹവും നിരന്തരം അനുഭവിക്കാനിടയാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.